പുതിയ പാർട്സ് ഇടാൻ നേരത്ത് അതിന് ചെറിയൊരു വ്യത്യാസം വരും. ഒരു 100-ഒരു 80 വണ്ടിക്കും വേരിയേഷൻ വരും. അപ്പം വാൽവ് ക്ലിയറൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇട്ട് ഓടുക. അപ്പം ചിലപ്പോൾ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കറക്റ്റ് ക്ലിയറൻസ് ആയിരിക്കും. കറക്റ്റ് ക്ലിയറൻസ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ലൂസ് ആണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. ഇത് ജസ്റ്റ് ഒരു സർവീസ് അപ്ഡേറ്റ് മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബൈക്ക് ഞാനിപ്പോൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ്. വണ്ടിയിൽ മെയിനായിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം തന്നെ കൂളൻ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ മോട്ടോറിൻ്റെ കൂളൻ്റാണ് ഞാൻ മുമ്പ് യൂസ് ചെയ്തത്, MLUB മാറ്റിയിട്ട്. പക്ഷേ ആ കൂളൻ്റ് എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. കൂളൻ്റ് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ബൈക്കിൽ എനിക്കത് സെറ്റായില്ല. ബൈക്ക് നല്ല ഹീറ്റായിട്ടാണ് റൺ ആവുന്നത്. അപ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നിയാണ് ഞാൻ ബാക്ക് ടു MLUB-ൻ്റെ തന്നെ കൂളൻ്റ് ഞാൻ വീണ്ടും സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൂളൻ്റിൻ്റെ ഇഷ്യൂ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എക്സോസ് പൈപ്പിൽ നല്ല റസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ആ ഒരു ഹെഡർ പൈപ്പിൻ്റെ ഏരിയയാണ് റസ്റ്റ് കയറിയത്. അപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളത് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് റെഡിയാക്കണം. അത് ഫ്രണ്ട് ഓക്കെയാണ്. പിന്നെ ഇത്രയും നാൾ ഓടിയതിൽ ചെറിയ പൊടിയും ഡസ്റ്റ് എല്ലാം അഴുക്കെല്ലാം കരിക്കുന്നു, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടണം, അത്രേ ഉള്ളൂ. ബാക്കിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ബ്രേക്ക് പാഡ് ഏതാണെന്ന് നോക്കി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് അതിലേത് ബ്രേക്ക് പാഡ് സ്യൂട്ട് ആവുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ 350 റുപ്പീസിൻ്റെ ഒരു ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടു. പക്ഷേ സാധനം കൊള്ളൂല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചാൽ മതി എന്ന് പറയുന്നവർക്ക് ആ ബ്രേക്ക് പാഡ് ധാരാളമാണ്. പക്ഷേ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് റൈഡിങ്ങിന് എനിക്ക് സെറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാനത് മാറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരുപാട് പൈസ കൊടുത്ത് ബ്രേക്ക് പാഡ് മാറ്റേണ്ട. അത്യാവശ്യം നമ്മൾ നോർമൽ റൈഡിങ് ആണ്, ജസ്റ്റ് ബ്രേക്കിംഗ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രേക്ക് പാഡ് ധാരാളമാണ്. പിന്നെ അതിനുള്ളൊരു നെഗറ്റീവ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബ്രേക്ക് പാഡിന് സൗണ്ട് ഉണ്ട്. എപ്പോഴും ഇല്ല, ചില സമയത്ത് ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് പാഡിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിട്ടാൽ മതി, ആ സൗണ്ട് അങ്ങ് മാറും. വേറെ വിഷയമൊന്നും ആ ബ്രേക്ക് പാഡ് വരുത്തുന്നില്ല. പിന്നെ നന്നായിട്ട് പൊടി വരും ആ ബ്രേക്ക് പാഡിൽ. നമ്മുടെ ഡിസ്കിൻ്റെ ഹോളിലെല്ലാം അതിൻ്റെ പൊടി കയറി ഇങ്ങനെ അടഞ്ഞും പോലെ നിൽക്കും. കഴുകുന്ന സമയത്താണ് പിന്നെ അത് പോകുന്നത്. ഈ 2 പ്രശ്നം മാത്രമേ ആ ഒരു ബ്രേക്ക് പാഡിൻ്റെ ഭാഗത്തുനിന്നുള്ളൂ. പിന്നെ ബ്രേക്കിംഗ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു പൊട്ടിക്ക് മുകളിലാണെന്ന് പറയാം, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. ഒരു ആവറേജ് ബ്രേക്ക് പാഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും സെറ്റ് ആവുമെന്ന് തോന്നിയോണ്ട് ഞാൻ മാറ്റിയിട്ട് ബാക്കിൽ ഞാൻ ഇക്കാവിയുടെ ബ്രേക്ക് പാഡ് തന്നെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. സിൻഡോയുടെ പാഡ് ഇടുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ യമഹയുടെ ബ്രേക്ക് പാഡ് നോക്കുകയാണെങ്കിൽ 995 ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത്. ഒരു കാശിന് ആ ഒരു ബ്രേക്ക് പാഡ് നമ്മൾ വാങ്ങിച്ചിട്ട് ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കത് അത്ര വലിയ ഗുണമായിട്ട് തോന്നിയില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈറ്റ് കുറവാണ്, നല്ല രീതിയിൽ ബൈറ്റ് കുറവാണ്. എനിക്ക് നല്ല ബൈറ്റ് ഫീൽ ചെയ്തിട്ടില്ല സ്റ്റോക്ക് ബ്രേക്ക് പാഡ്. അതുകൊണ്ടാണ് ഞാൻ മാറ്റി സിൻഡോയുടെ പാഡ് ആക്കിയത്. സിൻഡോയുടെ പാഡ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ബൈറ്റാണ്. പിന്നെ ദോഷം എന്ന് പറഞ്ഞാൽ റോട്ടർ മറ്റേ ബ്രേക്ക് പാഡ് വെച്ചിരിക്കുമ്പോൾ തീരുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി നേരത്തെ തീരും. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഡസ്റ്റ് അതിനും ഉണ്ട്. മറ്റേ ഞാൻ പറഞ്ഞ ആ ഒരു 350യുടെ പാൻറ്റ് അത്രയും ഡസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഡസ്റ്റ് ഉണ്ട്. ബ്രേക്ക് ക്ലീനർ യൂസ് ചെയ്താൽ മാറും, അതും വേണമെന്നില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ സർവീസിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ 3 പരിപാടികളുണ്ട്. പിന്നെ ഹസാഡിൻ്റെ ലാമ്പ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഹസാഡ് ലാമ്പിൻ്റെ സ്വിച്ചിന് സാധ്യത ഞാനിപ്പോൾ ഹെഡ്ലൈറ്റ് കൊടുത്തേക്കാണ്. അപ്പോഴത്തേക്കും എനിക്ക് ഹസാഡിൻ്റെ സ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് ഒരു സ്വിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. പിന്നെ വേറെ കുറച്ച് വർക്ക്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റെഡിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ചെയ്ത് നോക്കാം, എന്തൊക്കെ വരുമെന്നുള്ളത് അറിയില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു മേജർ വർക്ക് വരുന്നത് ഒരു 30,000 കിലോമീറ്റർ ആകുമ്പോഴാണ്. അതുവരെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. ഇനിയിപ്പോൾ നാളെ സൺഡേ രാവിലെ ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം.
എടാ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ടിപ്പോൾ രണ്ടാമത് നീ ഇപ്പോൾ ഈ ഒരു ഇത് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? അതിന്റെ റീസൺ ഒന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. രണ്ടാമത് ഇളക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സോസ്റ്റ് റോക്രാമർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലിയറൻസ് കറക്റ്റ് ആണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഇളക്കുന്നത്. അപ്പോൾ ഇൻ കേസ് പുതിയ പാർട്സ് ഇടാൻ നേരത്ത് അതിന് ചെറിയൊരു വ്യത്യാസം വരും. ഒരു 100-ഒരു 80 വണ്ടിക്കും വേരിയേഷൻ വരും. അപ്പം വാൽവ് ക്ലിയറൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് ഓടുക. അപ്പം ചിലപ്പോൾ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കറക്റ്റ് ക്ലിയറൻസ് ആയിരിക്കും. കറക്റ്റ് ക്ലിയറൻസ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ലൂസ് ആണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. പിന്നീട് ഒരു 10-20,000 കിലോമീറ്ററത്തേക്ക് 15,000-20,000 ഇടത്തേക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. പക്ഷെ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് BS4 വണ്ടിക്കാണ്. BS6 വണ്ടിയിൽ വാൽവ് ഓവർ ടൈറ്റ് ആണെങ്കിൽ പോലും അധികം സൗണ്ട് വരില്ല. പക്ഷേ ഗ്രാജുവലി റോക്രാമും ക്യാം ഷാഫ്റ്റൊക്കെ പോകും. വാൽവ് ഓവർ ടൈറ്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് പോവില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ പോകും, ലൈഫ് കുറവായിരിക്കും. ഇതെല്ലാം കൂടെ മാറി വരണമെന്നുണ്ടെങ്കിൽ നല്ല ഫണ്ട് കിട്ടും. അപ്പോൾ ലൂസ് ആണെങ്കിലും ഇതിനൊക്കെ ഇഷ്യൂസ് ഫ്യൂച്ചറിൽ ലൈഫ് കുറവായിരിക്കും. അതുകൊണ്ട് ക്ലിയറൻസ് കറക്റ്റായിട്ട് ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 2 ലക്ഷം കിലോമീറ്ററൊക്കെ ഡാമേജ് ഇല്ലാതെ കിടക്കുന്നുണ്ട് ഇൻടേക്ക് റോക്രാം. എക്സോസിന് ക്വാളിറ്റി ഇത്തി മോശമാണ്, സ്റ്റിൽ എന്നാൽ പോലും 1 lakh ഒക്കെ കിടക്കും. സ്റ്റോക്ക് കൂളൻ്റ് യമഹയുടെ നല്ല സാധനമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും സ്റ്റോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹീറോയുടെ കൂളൻറ്റിന് ഇപ്പോൾ എന്ത് പറ്റിയെന്നുള്ളത് നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. എടാ, ആ ഒരു കൂളൻ്റ് ഇല്ലേടാ, അതിനെക്കുറിച്ചൊന്ന് പറയുക. ഹീറോയുടെ കൂളൻ്റ് എന്തെന്ന് പറയാം, അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നല്ല റിവ്യൂ ആണ് പറഞ്ഞിരുന്നത്. ഇപ്പം വന്ന് ഇപ്പം അവരെന്താണ് പറ്റിയെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസം കൊണ്ട് അത് യൂസ് ചെയ്യുന്നവർക്കെല്ലാം ടെമ്പറേച്ചർ ഇഷ്യൂ പറയുന്നുണ്ട്. ഇപ്പം അതിനുശേഷം ഞാനത് നോട്ടീസ് ചെയ്തായിരുന്നു. ഞാൻ ഈ സമയം ഇപ്പം റീപ്ലേസ് ചെയ്ത് വേറൊരു വണ്ടിയിൽ ഞാൻ മാറ്റിയിട്ട് ഓടിച്ചു നോക്കി. അപ്പം കമ്പയർ ചെയ്ത് എനിക്ക് ഹീറ്റ് കൂടുതലായിട്ട് ഫീലായി. ഞാൻ കസ്റ്റമറിനൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് പറഞ്ഞ്. അതിനുശേഷം അടുത്ത സർവീസിൽ അത് മാറ്റി തിരിച്ചത് MLUB തന്നെ ഫില്ല് ചെയ്തായിരുന്നു. അപ്പോഴത്തെ ആ ഇഷ്യൂ സോൾവ് ആയിരുന്നു. ഇപ്പം ഞാൻ വരുന്ന KTM-ൻ്റെയും ബജാജിൻ്റെ വണ്ടികൾക്കും ഇപ്പം MLUB ആണ് ഫില്ല് ചെയ്ത് വിടുന്നത്. അത് കറക്റ്റ് റീസൺ എനിക്ക് അറിയത്തില്ല. ഇനി കോൺട്രാക്ട് വല്ലതും മാറ്റി കൊടുത്തതാണോ ഇല്ലേന്ന് കറക്റ്റ് അറിയാൻ വയ്യ. മാറ്റി കൊടുത്തെന്ന് പറയുന്നു, എത്രത്തോളം ജെന്യൂൻ ആണെന്ന് അറിയത്തില്ല. ഷോറൂമിൽ നിൽക്കുന്ന ഒരു പറയുന്ന കേട്ടിട്ടുള്ള അറിവ് നമുക്കുള്ളൂ. അപ്പോൾ അവനൊക്കെ ആ ക്യാമറയുടെ ഫ്രണ്ടിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ഫേസ് കാണിക്കാൻ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കൂളൻറ്റിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ബാക്ക് യമഹയുടെ സ്റ്റോക്ക് കൂളൻ്റ് തന്നെ ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് മാറ്റം ഇപ്പോൾ ഒഴിച്ചിട്ട് ഞാൻ എന്തായാലും ഓടിച്ച് നോക്കിയിട്ട് മാറ്റം എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ ഷോറൂമിലാണ് കൊടുക്കുന്നതെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് തെറ്റായിട്ട് ആരെങ്കിലും അറിയാത്ത ആൾ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കാര്യം കൂടുതൽ തീരുമാനമാകും പെട്ടെന്ന്. നമുക്ക് നോക്കാം ചെയ്യുന്നതല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കവർ ചെയ്തതാണ്, കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ളത്. ടൈമിങ് റോക്രാം 2 ഫ്രീ ആയിട്ട് വയ്ക്കണം. പിസ്റ്റൺ TDCയിലോട്ട് പോകണം. TDC എന്ന് പറയുമ്പോൾ പിസ്റ്റൺ ഹെഡിൽ നിൽക്കണം. 2 റോക്രാം ഫ്രീ ആയിട്ടിരിക്കണം. ഫ്രീ ആയിട്ടിരുന്നാലേ എൻ്റെ ക്ലിയറൻസ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ മാഗ്നറ്റിൽ ടൈമിങ് വെക്കണം. ഞാൻ ടൂൾ എടുത്തോട്ടെ ഒരു സെക്കൻഡ്. ഇപ്പം ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറക്കാനായിട്ട് ഫ്ലൈ വീല്. അപ്പം മേകളിൽ ഹെഡിൽ റോക്രാമിൽ അറിയാൻ പറ്റും. ഇവിടുത്തെ ഒരു മാർക്കിംഗ് ഉണ്ട്, ഇവിടുത്തെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഇവിടെ ശ്രദ്ധിക്കാറില്ല, ഇവിടെ മാത്രമേ നോക്കൂ. 2 റോക്രാമിൻ്റെ റൊട്ടേഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യും. പക്ഷെ ഒരു സേഫ്റ്റി പർപ്പസ് ഇവിടെയും കൂടെ ജസ്റ്റ് നോക്കുക. വണ്ടി ഗിയറിൽ കിടക്കുന്നു. എക്സോസ്റ്റ് നെറ്റ് ഇവിടുത്തെ ഈ ടൈമിങ് ഇതിന് മാച്ച് ആയിരിക്കണം. ഇവിടെ ഒരു ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വര കാണാൻ പറ്റും. ഈ ഒരു മെറ്റൽ പീസിൻ്റെ അകത്തൊരു വരയുണ്ട്. അതും ഈ ഒരു ക്യാം വീലിൽ വരുന്ന ഈ ഒരു മാർക്കിങ്ങും ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മാർക്കിങ് കാണും. അത് രണ്ടും മാച്ച് ആയിരിക്കണം. പിന്നെ ഫ്ലൈ വീലിൽ ഈ 2 മാർക്കിങ് ഈക്വൽ ആയിരിക്കണം. ചെറിയൊരു വ്യത്യാസം വന്നാലും കുഴപ്പമില്ലെങ്കിൽ പോലും അത് കറക്റ്റ് അലൈൻ ചെയ്യുക. ഇതാണ് ഹെഡിൻ്റെ ടൈമിങ്. ഇത് 2 റോക്രാമുകളും ഫ്രീ ആയിരിക്കും.
ഓക്കെ. ക്ലിയറൻസ് വേറെ ലൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കറക്റ്റാണ്, കറക്റ്റ് ക്ലിയറൻസ് ആണ് കിടക്കുന്നത്. ഇതിന് ഇൻടേക്ക് എന്ന് പറയുന്നത് 10 to 14, എക്സോസ്റ്റ് 21 to 24 ആണ് പറയുന്നത്. ഇൻടേക്ക് ഒരു 10 or 11 ഇടാം. എക്സോസ്റ്റ് കമ്പൽസറി 21 തന്നെയാണ് ബെറ്റർ. കാരണം എക്സോസ്റ്റ് വാൾവ് ഇടയ്ക്ക് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു 20 or 21 ഇടുക. 21 ആണ് കാറ്റലോഗിൽ പറയുന്നത്. 20 ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000 kilometer ആകുമ്പോഴത്തേക്ക് ഓടി 21 ആയിക്കോളും. പക്ഷെ നിങ്ങൾക്കത് വേറെ ഡാമേജസ് ഒന്നും വരില്ല. 21 ഓടിയുന്ന ക്ലിയറൻസ് ആയിക്കോളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നെ ഒരു 50,000 20,000 കഴിഞ്ഞിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. ചില വണ്ടികളിൽ ചിലർ അഡ്ജസ്റ്റ് ചെയ്യാറില്ല, കിടന്ന് ഓടിക്കോളും. പക്ഷേ ഒരു 15,000 20,000 ആകുമ്പോഴത്തേക്ക് ഇത് ഇതെന്തായാലും ലൂസ് ആവും.